സൂറത്തുൽ ബഖറയിലെ 114 വചനമാണ് ഞാൻ ഓതിയത്. വമൻ അസ്ലമു മിമ്മൻ മനാഅ മസാജിദല്ലാഹ്. അള്ളാഹുവിൻ്റെ ഭവനത്തെ, പള്ളിയെ തൊട്ട് തടയുന്നവനേക്കാൾ, പള്ളിയിൽ വരുന്നതിനെ തടയുന്നതിനേക്കാൾ അക്രമം പ്രവർത്തിക്കുന്നവരാരാണ്? അൻ യുദ്ഖറ ഫീ ഹസ്മുഹു, പള്ളിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാനും, വസഅ ഫീ ഖറാബിഹ, അതിൻ്റെ നാശത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നവരെക്കാൾ അക്രമികൾ ആരെങ്കിലും ഉണ്ടോ? ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹ ഇല്ലാ ഖായിഫീൻ, അവർക്ക് വളരെ പേടിയോടുകൂടിയല്ലാതെ, ഭക്തിയോടുകൂടിയല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പ്രവേശിക്കേണ്ടവരല്ല. അങ്ങനെയാണ് അവർ പ്രവേശിക്കേണ്ടത്. ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ, അത്തരം ആളുകൾക്ക് ദുനിയാവിൽ അപമാനമുണ്ടാകും. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, പരലോകത്ത് ആഖിറത്തിൽ വേദനയുറ്റ ശിക്ഷയുണ്ടാകും. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവതരിച്ച ഒരു ഖുർആൻ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മസ്ജിദുൽ ഹറമിലേക്ക് കയറി വരുന്നതിനെ തടഞ്ഞ നബിയുടെ ആ കാലത്തെ ശത്രുക്കൾ, ബഹുദൈവ വിശ്വാസികളെ മുൻനിർത്തിക്കൊണ്ട് വന്ന ഒരു വചനമാണ്. ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പള്ളിയിൽ വരുന്നതിനെ തടയുക, അത് വലിയ പാപമാണ്, മഹാപാപമാണ്. കാരണം പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ ഒരു അറബി, അതായത് അപരിഷ്കൃതനായ ഒരു നാട്ടിൻപുറത്തുകാരനായ ഒരു അറബി പള്ളിയിൽ വന്ന് അദ്ദേഹം അവിടെ മൂത്രമൊഴിക്കുകയുണ്ടായി. ആളുകളൊക്കെ അദ്ദേഹത്തെ തല്ലാനും കയർക്കാനുമൊക്കെ ചാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെയൊക്കെ സമാധാനിപ്പിച്ചു. അദ്ദേഹം മൂത്രമൊഴിച്ച ഭാഗം നിങ്ങൾ ശരിക്കും കഴുകാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ വളരെ സാവകാശം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പള്ളി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നമ്മൾ ചെയ്യാനുള്ളതല്ല. പള്ളി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാനും ഖുർആൻ പാരായണം നടത്താനും ദിക്ർ ദുആകൾ നടത്താനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ മലിനപ്പെടുത്തരുത്, നല്ല രീതിയിൽ നിൽക്കണം എന്നാണ് അവിടെ പഠിപ്പിച്ചത്. അപ്പോൾ പള്ളിയുടെ പ്രഥമധർമ്മം, പള്ളിയുടെ ഒന്നാമത്തെ ധർമ്മം അവിടെ ജമാഅത്തുകൾ ഭംഗിയായി നടക്കുക, നമസ്കാരം കൃത്യമായി നടക്കുക, ഖുർആനും മറ്റ് ദിക്റും ദുആയൊക്കെ നടത്തി ആരാധനകൾ നടക്കാനുള്ള പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമാണ് പള്ളി എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തരുന്നത് അങ്ങനെയാണ്. അങ്ങനത്തെ പള്ളിയെ തൊട്ട് നിങ്ങൾ തടയരുത്, അതിലേക്ക് വരുന്നതിനെ നിങ്ങൾ തടയരുത് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. നമ്മളിത് പറയുന്നത് ഒരു പ്രത്യേക ചർച്ച നമ്മുടെ നാട്ടിൽ നിലനിന്നത് കൊണ്ടാണ്. ഒരു കാലത്തും ഒരിക്കലും നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പള്ളിയിൽ വരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും യഥാർത്ഥത്തിൽ സാധ്യമല്ല. കാരണം എന്തുകൊണ്ടും വളരെ വ്യക്തമായി, യാതൊരു സംശയരഹിതമായി വിശുദ്ധ ഖുർആനിലും അതുപോലെ സഹീഹായ ഹദീസുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ പള്ളിയിലേക്ക് വരാം. പക്ഷേ പുരുഷന് നിർബന്ധമുള്ളതുപോലെ പുരുഷന് ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാരെ. ജുമായിൽ പങ്കെടുക്കൽ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമാണ്. പക്ഷെ സ്ത്രീകൾക്ക് ആ നിർബന്ധമല്ല. അവരുടെ പ്രകൃതിയുമൊക്കെ വെച്ച് അവർക്ക് പള്ളിയിൽ വരുന്നത് നിർബന്ധമുള്ളൊരു സംഗതിയല്ല. പക്ഷേ അവർക്ക് പള്ളിയിൽ വന്നാൽ എന്തൊക്കെ പള്ളിയിൽ വരുമ്പോൾ ലഭിക്കുന്നു, നമസ്കാരത്തിൻ്റെ പ്രതിഫലം, മറ്റു കാര്യങ്ങളൊക്കെ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ലഭിക്കും എന്നുള്ളതാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കണം. ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. പേര് പറയുന്നത് അത് മറിയം അലൈഹിസ്സലാമിനെ പറ്റിയാണ്. ആ മറിയം അലൈഹിസ്സലാം ജീവിച്ചത് തന്നെ പള്ളിയിലാണ്. വിശുദ്ധ ഖുർആൻ ആ പള്ളിയിൽ ജീവിക്കുന്ന മറിയം അലൈഹിസ്സലാമിനോട് പറയുന്ന കാര്യം സൂറത്ത് ആൽ ഇമ്രാനിലെ 43-ാം വചനത്തിൽ പറയുന്നുണ്ട്. യാ മറിയം, മറിയം കുനുതി ലി റബ്ബിക, എൻ്റെ രക്ഷിതാവിന് നീ വളരെയധികം അനുസരണയുള്ള വിധേയത്വമുള്ളവരായി മാറുക. വസ്തുതി ഉറക്കൈ മാറാക്കിയൻ, മറ്റുള്ളവരുടെ പോലെ
റുക്കൂഉം സുജൂദും ചെയ്യുന്നവരോടൊപ്പം ചേർന്ന് നീയും റുക്കൂഉം സുജൂദും ഒക്കെ ചെയ്യുക. അഥവാ പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുന്ന ആളുകളോടൊപ്പം ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ നീയും അങ്ങനെ നിർവഹിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ മറിയം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു തത്വമുണ്ട്. മൈ അമൽ മിനസ്വാലിഹാത്തി മിൻ ദഖരിൻ ഔ ഉൻസ. ആണായാലും പെണ്ണായാലും ഒരു സൽക്കർമ്മം ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ടൊരു സൽക്കർമ്മം പ്രവർത്തിച്ചാൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗാവകാശികളാണ്. വലാ യുളമൂന നഖീറ, അവർക്ക് ഒരിക്കലും ഒരൽപ്പം തരിമ്പ് പോലും അവരോട് അക്രമം ചെയ്യപ്പെടുകയില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അവർക്ക് ഹയാത്തൻ ത്വയ്യിബൻ, നല്ല ജീവിതമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ആണും പെണ്ണും പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ എന്തെങ്കിലും വിലക്കുകളുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. യാതൊരു വിലക്കും പരിശുദ്ധ ഇസ്ലാമിലില്ല. അത്രയും വ്യക്തമായൊരു സംഗതിയാണ്. കാരണം ഈ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ പോകുന്നത് വിലക്കിയിട്ടുള്ളത് ഷാഫിഈ മദ്ഹബിന്റെ പേരിൽ, അഥവാ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സംഘടനകളുടെ നേതാക്കളാണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അത് ഷാഫി മദ്ഹബിന്റെ പേരിലാണ് പറയുന്നത്. പക്ഷെ അത് ഈ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൽ മാത്രമുള്ളൊരു കാര്യമാണ്. കേരളത്തിൻ്റെ പുറത്ത് പോയാൽ അവിടെയൊന്നും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ വിലക്കുന്ന, പോകാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അവിടെ ഇവിടെയില്ല. കേരളത്തിൻ്റെ പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഷാഫി മദ്ഹബ് വളരെ വ്യാപകമായി നിലനിൽക്കുന്ന പ്രദേശമാണ് ഇന്തോനേഷ്യ. അവിടെ ഷാഫി മദ്ഹബ് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും അവിടെ ഷാഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന, അത് എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസ ആചാരങ്ങളിലൊന്നുമല്ല, എന്നാൽ ഷാഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവിടെയൊക്കെ പെണ്ണുങ്ങൾ, ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിനും ജുമാഅക്കൊക്കെ പങ്കെടുക്കുന്നവരാണ്. ഈജിപ്ത്, അവിടെയും ഷാഫി മദ്ഹബ് എന്ന ഈ മദ്ഹബ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ അങ്ങനെയാണ്. ഈ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്താണ് ഈ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല. ചില ആളുകൾ അത് പറഞ്ഞ് വളരെ അതിര് കടന്ന് പറയാറുണ്ട്. വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകുന്നതിനേക്കാളും നല്ലത് അങ്ങാടിയിലൂടെ ഇങ്ങനെ തെണ്ടി നടക്കുകയാണ് പെണ്ണുങ്ങൾക്ക് നല്ലത്. അതൊരു കുറ്റകരമാണ്, ഹറാമാണ്, പടച്ചോൻ ചോദിക്കും പള്ളിയിൽ പോയാൽ, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല, അതുപോലെ ഒരു നാട്ടിലും പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്തോ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണല്ലോ നമ്മെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതാണല്ലോ. അപ്പം അതിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ സ്ത്രീകളും സാധാരണ രീതിയിൽ ആണുങ്ങളെപ്പോലെ തന്നെ പള്ളിയിൽ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പള്ളിയിൽ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ എല്ലാ സ്ത്രീകളും, സാധാരണ നിലയ്ക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ധാരാളമുണ്ട്. അവരെ പറ്റിയൊക്കെയുള്ള ധാരാളം ഹദീസുകളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യുസല്ലീന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്ത്രീകൾ നബിയോടൊപ്പം അവർ നമസ്കരിക്കാറുണ്ടായിരുന്നു. വഹുന്ന മുതലഫിആത്തും ബിമുറൂത്തിഹിന്ന, അവരുടെ പുതപ്പ്, അത് അവരുടെ വസ്ത്രം അതുകൊണ്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവർ പള്ളിയിൽ വരും. സുമ യർജീന ഇലാ ബുയൂത്തിഹിന്ന, പിന്നെ അവർ വീട്ടിലേക്ക് പോകും. മാ യഅരിഫൂന അഹദും മിനൽ ഗലാസ്, ഇരുട്ടുകൊണ്ട് ആരും അവരെ കാണാത്ത, അതായത് സുബൈ നമസ്കാരത്തിന് പള്ളിയിൽ വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമാണ് ഈ കാര്യം പറയുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകൾ വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ പ്രത്യേകമായൊരു റൂമൊന്നുമില്ല. ആണുങ്ങളുടെ പിന്നിൽ തന്നെയായിരുന്നു സ്ത്രീകളും അണിചേർന്നിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള എന്താണ്, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹ ശർറുഹ ആഖിറുഹ, ആണുങ്ങളെ സഫിൽ ഏറ്റവും നല്ലത് മുന്നിലെ സഫാണ്. സ്ത്രീകളുടെ സഫിലോ ഖൈറു സുഫൂഫി നിസായി ആഖിറുഹ, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും നല്ലത് ബാക്കിലുള്ളതാണ്.
അവർ ഒരേ ആണും അതിനുശേഷം കുട്ടികളും അതിനുശേഷം സ്ത്രീകളും, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകൾ സഫായി നിന്നിരുന്നത് എന്നുള്ളത് ഹദീസുകളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 10ാം വർഷം ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. ഈ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ ഗ്രഹണ നമസ്കാരത്തിന് വേണ്ടി സഹാബികൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പള്ളിയിൽ വന്നു. അപ്പോൾ ആ പള്ളിയിൽ ഗ്രഹണ നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗവും നരകവും ഒക്കെ ഇങ്ങനെ കാണിക്കപ്പെട്ടു. അപ്പോൾ നരകം കാണിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചു, ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് ബാക്കിലേക്ക് വെച്ചു. അപ്പോൾ തൊട്ട് ശേഷമുള്ള ആ സെഫിലുള്ള നബിന്റെ സെഫുള്ള എല്ലാവരുടെ സെഫും ഓരോ സ്റ്റെപ്പ് അങ്ങനെ ബാക്കിലേക്ക് വെച്ചു. അപ്പോൾ എന്നിട്ട് ആ സ്ത്രീകളുടെ സെഫിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സഹാബി വനിത പറയാണ്, സുമ്മത്ത് അഖറ വതഅഖർതി സുഫൂഫു ഖൽഫഹു, നബി ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചു. അപ്പോൾ എല്ലാ സെഫുകളും ഓരോ സ്റ്റെപ്പ് വെച്ചു. ഹത്ത ഇൻതഹ ഇലൻ നിസാ, അങ്ങനെ ആണുങ്ങളുടെ അവസാനത്തെ സെഫ് പെണ്ണുങ്ങളുടെ ആദ്യത്തെ സെഫിലേക്കാണ് എത്തിയത്. സുമ തക്കദ്ദമോ തക്കദ്ദമന്നാസ്, കുറച്ച് കഴിഞ്ഞ് നബി പിന്നെ മുന്നോട്ട് നിന്നു. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വന്നു. ഇത്ര ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തമ്മിലൊരു മറ പോലും ഇല്ലാത്ത രീതിയിൽ അവർ പങ്കെടുത്തിരുന്നു. പിന്നെ നമ്മൾ പള്ളിയിൽ പ്രത്യേകമായവർക്ക് റൂമും കാര്യമൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായ ഒരു വാതിൽ ഉണ്ടായിരുന്നു. ബാബുൻ നിസ എന്ന് പറയുന്ന ഒരു വാതിൽ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ വാതിലിലൂടെ പുരുഷന്മാർ ആ വാതിലിലൂടെ പ്രവേശിക്കരുത് എന്ന് നബി നിർദ്ദേശിച്ചതായിട്ടും ചില സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് അവരുടെ കാലത്തുണ്ടായിരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ നമസ്കാര സംഗതികളിലും സ്ത്രീകളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നബി നമസ്കരിക്കുമ്പോൾ ആദ്യം സ്ത്രീകൾ എഴുന്നേറ്റ് പോകും, പിന്നെയാണ് പുരുഷന്മാർ എഴുന്നേറ്റ് പോകുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയാൽ കാമൻ നിസാഉ ഹത്താ യഖ്ദി തസ്ലീമു, നബി സലാം വീട്ടി ഉടനെ തന്നെ സ്ത്രീകൾ അങ്ങോട്ട് എഴുന്നേൽക്കും. വയംകുസു ഹുവ ഫീ മഖാമി യസീർ, നബി അവിടെ തന്നെ കുറച്ചേരം ഇരിക്കും. കബില യക്കൂമ, അവിടെ നബി അവിടെ നിന്നാണ് പൊങ്ങണതിന്റെ മുമ്പ് നബിയും കൂടെ ഉണ്ടായിരുന്ന ആളുകളും, ചില ഹദീസിൽ കാണാൻ പറ്റും ഞങ്ങൾ ആണുങ്ങളും നബിയും കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ തന്നെ ഇരിക്കും. എന്തിനായിരുന്നു അത്? അന്നദാലിക കാന ലികൈ യൻസരിഫൻ നിസാ, പെണ്ണുങ്ങളൊക്കെ പിരിഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ തന്നെ കുറച്ചേരം കഴിഞ്ഞതിന് ശേഷമാണ് എഴുന്നേറ്റ് പോകാറുള്ളത്. ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും പെണ്ണുങ്ങളൊക്കെ അവരുടെ വീട്ടിലേക്ക് എത്തും, അവരെ തൊട്ടടുത്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ കുറേ ആളുകൾ അപ്പോഴായിരിക്കും ഞങ്ങൾ പോവുക. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരാതെ തന്നെയാണ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് പറയുന്നത്. ഈ സംഭവം ഈ നേരത്തെ പറഞ്ഞ ഗ്രഹണ നമസ്കാരത്തിന്റെ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ട് ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വഫീഹി ഇസ്തിഹ്ബാബു സ്വലാത്തിൽ കുസൂഫി ലിന്നിസാ, ഈ ഹദീസിൽ നിന്ന് ഗ്രഹണ നമസ്കാരം അത് സ്ത്രീകൾ നിർവഹിക്കുന്നത് പുണ്യകരമായൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാമെന്ന് മാത്രമല്ല, വഫീഹി ഹുളൂറുന്ന വറാഅരിച്ചാൽ, ഈ സംഭവത്തിൽ നിന്ന് പുരുഷന്മാരുടെ പിന്നിലായിക്കൊണ്ട് തന്നെ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നും നമുക്ക് ഈ ഹദീസിൽ നിന്ന് കിട്ടുമെന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ഈ വിഷയത്തിൽ തന്നെ പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇഅ്തികാഫിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷവും ഇഅ്തികാഫിരിക്കും. നബിയുടെ കൂടെ നബിയുടെ പത്നിമാരും ഉണ്ടാവും. ഇഅ്തികാഫിരിക്കാൻ സാധിക്കുന്ന പത്നിമാരും നബിയുടെ കൂടെ ഇഅ്തികാഫിരിക്കും. പള്ളിയിലാണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അത് പള്ളി മാത്രമേ പറ്റുള്ളൂ. അവനാൻ്റെ വീട്ടിലെ റൂം എടുത്തിട്ട് അതിലൊന്നും ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റില്ല. ഇഅ്തികാഫ് പറഞ്ഞാൽ പള്ളിയിലേ ഇരിക്കാൻ പറ്റും. ആ പള്ളിയിൽ റസൂലുള്ളാഹി ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ കൂടെ തൻ്റെ ഭാര്യമാരും ഉണ്ടാവും. പിന്നെ നബിയുടെ കാലശേഷം എന്തേ അവർ ചെയ്തത് അത് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫുൽ അശറൽ അവാഖിറ മിൻ റമദാൻ, റമദാന്റെ അവസാനത്തെ 10 മുഴുവൻ നബി ഇഅ്തികാഫ് ഇരിക്കും. ഹത്താ തവഫാഹുല്ലാഹ്, മരിക്കണ വരെ നബിയുടെ രീതി അങ്ങനെയായിരുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി,
പിന്നെ നബിയുടെ പത്നിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരാണ് പിന്നെ എത്തിക്കാഫ് തുടരുകയും ചെയ്തു എന്ന് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നോ? അതാണ് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയാണ്. ഉമ്മു അത്തിയ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു എന്തായാലും പറയാ ഒരു വളണ്ടിയർ പോലെ ഒരു നല്ലൊരു സംഘാടകയായിരുന്നു. അപ്പൊ ഉമ്മു അത്തിയയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു സംഗതി ചെയ്യണം, എല്ലാ സ്ത്രീകളെയും നീ പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അപ്പൊ എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൊണ്ടുവരണം? അതും റസൂലുള്ളാഹി പറയുന്നു, എല്ലാവരും ഈ അശുദ്ധിയുള്ള ഈ അർത്ഥമുള്ള മെൻസസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ പോലും അവരെ നീ പെരുന്നാളിന് ഈ ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരണം. നിസ്കരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മാറി നിന്നോട്ടെ. അവര് അവിടെ നടക്കുന്ന പ്രസംഗവും ആ മുസ്ലിങ്ങളുടെ ആ ആരാധനയിലൊക്കെ അവർ പങ്കെടുക്കട്ടെ. അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഹദീസിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അൻ യുഖ്രിജഹുന്ന ഫിൽ ഫിത്രി വൽ അദ്ഹ. ബലിപെരുന്നാളിനും ഈദുൽ ഫിത്റിനും അവരെ പെണ്ണുങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ, അവരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോയി എല്ലാവരെയും കൊണ്ട് സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ നബി ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു. ആരൊക്കെ എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞാൽ അവാത്തിക്ക യുവതികളെ കൊണ്ടുവരണം, വൽ ഹുയ്യിദ അശുദ്ധിയുള്ള വാർത്തവുള്ള സ്ത്രീകളെയും നിങ്ങൾ കൊണ്ടുവരണം, വദവാത്തിൽ ഹുദൂർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കണ അങ്ങനെ ചില സ്ത്രീകൾ ഉണ്ടാവും, വീട്ടിൽ നിന്ന് അവർ പുറത്തേ ഇറങ്ങൂല, അങ്ങനത്തെ ആളുകളെയും വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടുന്ന സ്ത്രീകളെയും നിങ്ങൾ കൊണ്ടുവരണം എന്ന് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൽപ്പന കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മൽ ഹുയ്യിദ് ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ ഫയഅ്തസിൽന സലാത്ത്, ഒരു നിസ്കരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മാറി നിന്നോട്ടെ, വയഷ്ഹദിനൽ ഖൈറ വദഅവതൽ മുസ്ലിമീൻ, ആ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ നന്മയിലൊക്കെ അവരും ഭാഗവാക്കാകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, യഹ്ദാന അലാ യകൂനു ലഹാ ജിൽബാബ്, നബിയെ പുറത്തിറങ്ങുമ്പോൾ ധരിക്കണ ജിൽബാബ് അല്ലെങ്കിൽ പർദ്ദല്ലെങ്കിലോ? പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ധരിക്കണ വസ്ത്രത്തിനാണ്, ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രത്തിനാണ് അവര് ജിൽബാബ് എന്ന് പറയാം. ജിൽബാബ് ഇല്ലാത്ത പെണ്ണുങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിതുൽബിസഹ ഉഖ്തുഹാ മിൻ ജിൽബാബിഹ, അത് ആരോടെങ്കിലും അവരുടെ സഹോദരിയോടൊരു ജിൽബാബ് അവൾക്ക് കൊടുക്കാൻ പറയും. ജിൽബാബ് കടം വാങ്ങിയിട്ടെങ്കിലും വായ്പ വാങ്ങിയിട്ടെങ്കിലും അവര് ഈദ്ഗാഹിലേക്ക് വരട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെയാണ്, അവരുടെ രീതി അങ്ങനെയാണ്. ഇത് വളരെ വ്യക്തമായി ഹദീസുകൾ ഇത്രയല്ല ധാരാളം ഹദീസുകളിൽ അതിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ സന്ദർഭങ്ങളിലും ജുമയാകട്ടെ, ജമാഅത്താകട്ടെ, ഈ ഗ്രഹണ നമസ്കാരമാകട്ടെ, അതല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരമാകട്ടെ, അതുപോലെ പെരുന്നാൾ നമസ്കാരമാകട്ടെ, ഇതിലൊക്കെ ആണുങ്ങളെപ്പോലെ സ്ത്രീകളും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് രാവും പകലും വ്യത്യാസമുണ്ടോ? അതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയാണ് നിങ്ങളോട് നിങ്ങളെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇതനക്കും ലിസഉക്കും ബില്ലൈലി ഇലൽ മസ്ജിദി, പള്ളിയിൽ പോകാൻ രാത്രി പെണ്ണുങ്ങളോട് നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, അവർക്ക് അനുവാദം കൊടുക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് ആ കാര്യങ്ങൾ കാണാൻ കഴിയും. പിന്നെ വേറെ നമ്മളുടെ ഇടയിലുള്ള ഈ ഇതിനെ സംബന്ധിച്ച് പലപ്പോഴും പറയും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരോ നബിയുടെ പെൺമക്കളോ ഒന്നും ഇങ്ങനെ പള്ളിയിൽ പോയതായിട്ട് എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളുടെ ആളുകൾ പറയാറുള്ളത്. നബിയോ നബിയുടെ മക്കളോ അല്ല നബിയുടെ ഭാര്യമാരോ മക്കളോ ഒന്നും പള്ളിയിൽ പോയിട്ടായിട്ട് എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഏതോ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞത് തെറ്റാണ്. ഇമാം ഷാഫിയെ തിരുത്തി പറയാമെന്ന് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വളരെ വ്യക്തമായി ഹദീസുകളിൽ വന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മക്കളും പെൺമക്കളൊക്കെ
അവരൊക്കെ പള്ളിയിൽ പോയിരുന്നു, അവരൊക്കെ പള്ളിയിൽ പോകാൻ നബി പറഞ്ഞിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇമാം ബുഖാരി, പിന്നെ ഇമാം മുസ്ലിം, അതുപോലത്തെ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഖ്രിജു ബനാതിഹി വനിസാഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരെയും തന്റെ പെൺമക്കളെയും കൊണ്ടുവരും ഫിൽ ഈദൈനി, പെരുന്നാൾ നമസ്കാരത്തിന്. നാട്ടിലുള്ള ശുദ്ധിയില്ലാത്ത സ്ത്രീകളെ അടക്കം കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ റസൂലുള്ള തന്റെ പെൺമക്കളെയും ഭാര്യമാരെയും വരണ്ടെന്ന് പറയോ? സ്വാഭാവികമായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോ അവരെയൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ വ്യക്തമാണ്. ഈ തറാവി നിസ്കാരത്തിന്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമാണ് പള്ളിയിൽ വെച്ച് തറാവി നിസ്കരിച്ചിട്ടുള്ളത്. അതിലെ 3ാമത്തെ ദിവസത്തിനെ പറ്റി വിവരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഫലമ്മ ഖാനത്തി സാലിസത്തു, 3ാമത്തെ ദിവസം ജമാ അഹ്ലഹു വനിസാഉ, തന്റെ വീട്ടുകാരെയും തന്റെ ഭാര്യമാരെയും വന്നാസ്, ആളുകളെയൊക്കെ നബി ഒരുമിച്ച് കൂട്ടി. ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. ഫഖാമ ബിന, എന്നിട്ട് നബി ഞങ്ങൾക്ക് ഇമാമിൽ നിന്നാണ് നിസ്കരിച്ചു. എത്ര നേരം? ദീർഘമായി നിസ്കരിച്ചു. തറാവീഹാണ്, ദീർഘനേരം നിസ്കരിച്ചു. എത്താ ഖശീന അൻ യഫൂതനൽ ഫലാഹ്, ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ സമയം കിട്ടൂലേ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അത്താഴം കഴിക്കാൻ സമയം കിട്ടൂലേ എന്ന് ഭയപ്പെടുമാറ് ദീർഘമായി നബി നമസ്കരിച്ചു. ആ നിസ്കാരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാ അഹ്ലഹു വനിസാഅഹു, തന്റെ ഭാര്യമാരെയും തന്റെ വീട്ടിലുള്ള ആളുകളെയും പെൺമക്കള് അവരെ എല്ലാവരും നബി തന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നബി തന്നെ അവരെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായി ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഈ കിടപ്പ് നിൽക്കുന്നത്. നബിന്റെ കാലത്ത് ഈ പറഞ്ഞ എല്ലാ സംഗതികളിലും ഉണ്ട്. പിന്നെ ഇത് പാടില്ല എന്ന് പറയാൻ പലപ്പോഴും ചെയ്യുന്ന ആളുകൾ ചില ഹദീസുകൾ പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്ന് എന്താണ്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടാണ് അവർക്ക് ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, അങ്ങനെ പറഞ്ഞാൽ തന്നെ പള്ളിയിൽ പോകാൻ പാടില്ല എന്നില്ല, പള്ളിയിൽ പോകാൻ പാടില്ല എന്നില്ല. എന്നാൽ വീടാണോ പള്ളിയിൽ പോകുന്നതിനേക്കാൾ, പള്ളിയിൽ പോകാൻ സാധിക്കുന്ന ഒരു പെണ്ണിന് പള്ളിയിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വീടാണോ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് പള്ളിയിൽ വന്നാൽ കിട്ടുന്ന ഒരു അവർക്കുള്ള വിഹിതം അത് നിങ്ങൾ തടഞ്ഞു വെക്കരുത് കേട്ടോ. ലാ തംനഉ നിസാ ഹുദൂദഹുന്ന മിനൽ മസാജിദ്, പള്ളിയിൽ വന്നാൽ അവർക്ക് ലഭിക്കേണ്ട ആ ഹള്ളുണ്ടല്ലോ, അവരുടെ അവകാശം, അവർക്ക് കിട്ടുന്ന ആ ഗുണം, അത് നിങ്ങൾ ഒരിക്കലും തടയരുത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞ ഹദീസ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു ഹദീസല്ല, ഒരു ഹദീസിന്റെ കഷ്ണം, ഒരു ഹദീസിന്റെ കഷ്ണം. ആ ഹദീസ് ഇങ്ങനെയാണ്: ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ വരുന്നതിൽ നിന്ന് തടയരുത്. ഫൽയഖ്റുജ്ന തഫിലാത്ത്, അവർ സുഗന്ധം പൂശാതെ പള്ളിയിലേക്ക് വരട്ടെ. അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്നിട്ട് അതാണ് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അത്രേ ഉള്ളൂ. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അതേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഹദീസ് സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ ഖാലിദ് ജുഹനി, ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 6 ശിഷ്യന്മാരാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞതിന് ശേഷം നബിയുടെ നിന്ന് കേട്ട സംഗതികൾ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ 6 പേര് ഇങ്ങനെ നബിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, സ്ത്രീകളെ പള്ളിയിൽ വരുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നാഫിഅ്, സാലിം, മുജാഹിദ്, അങ്ങനെ അവരൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത 6 പേര്. ഒന്ന് ബിലാൽ ബിൻ അബ്ദില്ല, മറ്റൊന്ന് സാലിം അബ്ദില്ല, മറ്റേ ഹബീബ് ബിൻ അബി അസ്യാബി, മുജാഹിദ് ബിൻ ജുബൈർ, നാഫിഅ്,
അബ്ദുല്ലാ ഇബ്നു ജരീർ, ഇങ്ങനെ 6 ശിഷ്യന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ശിഷ്യൻ ഹബീബ് ബിൻ അബി സാബിത്ത് എന്ന് പറഞ്ഞ ഒരു ശിഷ്യന്റെ റിപ്പോർട്ടിൽ വന്ന ഒരു കഷ്ണമാണ് വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നില്ല, വീടാണ് ഉത്തമം എന്നുള്ള പദം അവിടെ ഒന്നുമില്ല. 5 ശിഷ്യന്മാർ റിപ്പോർട്ട് ചെയ്തതിലുമില്ല. ഒരു ശിഷ്യൻ റിപ്പോർട്ട് ചെയ്തതിൽ ഇങ്ങനൊരു പദം കൂടി കയറി വന്നിട്ടുണ്ട്, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. അപ്പോ ഈ ഹദീസ് ഒരുപാട് സഹാബിമാരും അതുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 6 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ റിപ്പോർട്ട് ചെയ്തതിൽ ഒരു കഷ്ണം മാത്രമാണ് ഈ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. അതിനെ സംബന്ധിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അതിനെ പറ്റിയാണ്. അപ്പൊ ഇത് മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നതിനേക്കാണ് ഏറ്റവും നല്ലത് വീട്ടിൽ നിസ്കരിക്കലാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളുടെ പണ്ഡിതന്മാർ പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ശരിയാകാൻ ഒരു സാധ്യതയില്ല. വീട്ടിൽ നിസ്കരിക്കലായിരുന്നു ഉത്തമം എന്നുണ്ടെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പെൺമക്കളെയും ഭാര്യമാരെയൊക്കെ പള്ളിക്ക് കൊണ്ടുപോയത്? എന്തിനാണ് ഈ സഹാബി വനിതകളൊക്കെ പള്ളിയിൽ വന്ന് നബിന്റെ കൂടെ ജമാഅത്ത് ജുമാകളിലൊക്കെ പങ്കെടുത്തത്? പിന്നെ തറാവീഹിലും ഈ ഗ്രഹണ നമസ്കാരത്തിലും ഒക്കെ പങ്കെടുത്തത്? ഇതൊക്കെ വളരെ വ്യക്തമാണല്ലോ. അപ്പോ ഈ ഒരു കഷ്ണം യഥാർത്ഥത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കഷ്ണമാണ്. പല പണ്ഡിതന്മാരും അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പല പണ്ഡിതന്മാരും ഇത് സ്വീകാര്യമായൊരു കഷ്ണമല്ല എന്ന് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മാത്രമല്ല, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തിലെ പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നുള്ളത് ഒരിക്കലും റസൂലുള്ളാഹിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു പെണ്ണ് ബനുൽ അഷ്ഹൽ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന ബൈനി വ ബൈനൽ മസ്ജിദി ത്വരീഖൻ ഖദിറൻ. നബിയെ, ഞാൻ താമസിക്കുന്ന സ്ഥലവും പള്ളിയും അതിൻ്റെ ഇടയിലുള്ള വഴി ആകെ ചെളി പിടിഞ്ഞ സ്ഥലമാണ്, ചെളി നിറഞ്ഞ സ്ഥലമാണ്. ഫകൈഫ നഫ്അലു ഇദാ മുത്തിർന. മഴ പെയ്താൽ അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പള്ളിക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? ആ സ്ത്രീ ചോദിക്കാണ്, പള്ളിക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റും, മഴ പെയ്താൽ ആകെ ചെളിയും നിറഞ്ഞു, ചെളിയും കുണ്ടൊക്കെ നിറഞ്ഞൊരു വഴിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിക്ക് വരുമ്പോൾ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈസ ബഅദഹാ ത്വരീഖുൻ ഹിയ അത്യബു മിൻഹാ. ആ ചെളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല വഴിയില്ലേ, ചളിയൊന്നും ഇല്ലാത്ത വഴിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അതുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല ഹാദിഹി ബിഹാദി. ചളിയൊക്കെ ആകണേ, വസ്ത്രത്തിന്റെ തമ്പത്തൊക്കെ ചളിയാകല്ലോ, ആ ചളിയൊക്കെ ഈ പിന്നെ ചളി ഇല്ലാത്ത മണ്ണ് ആയിക്കൊണ്ടാണ് ശരിയായിക്കോളും എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനത്ര പ്രയാസപ്പെട്ട് നീ പള്ളി വരുന്നത്? എൻ്റെ വീടല്ലേ എനിക്ക് ഉത്തമം, വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചാൽ പോരെ? ഇങ്ങനെ ചളിയൊക്കെ താണ്ടി കടന്ന് പള്ളി വരേണ്ട ഒരു ആവശ്യം എന്താ എന്ന് റസൂലുള്ളാഹി ചോദിച്ചിക്കണം. റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ചളിയൊക്കെ ഉണ്ടെങ്കിലും സാരല്ല, അത് ചളി ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നടന്നു പോകുമ്പോൾ അതിൽ ആ നനവൊക്കെ അങ്ങോട്ട് മണ്ണ് പിടിച്ച് ശരിയായിക്കോളും, അതുകൊണ്ട് പ്രശ്നമാക്കണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെയാണ്. പിന്നെ റസൂലിന്റെ കാലത്ത് തന്നെ ഒരു സ്ത്രീ, പള്ളിക്ക് വരുന്ന ഒരു സ്ത്രീ വഴിയിൽ വെച്ച് മറ്റൊരാൾ മുഖേന പീഡിപ്പിക്കപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടു. പള്ളിക്ക് വരുന്ന സമയത്താണ് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നബിന്റെ അടുത്ത് കേസെത്തി. നബി എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പീഡിപ്പിച്ച ആളെ ശിക്ഷിച്ചു. പീഡിപ്പിച്ച ആളെ കണ്ടെത്തി അയാൾക്ക് ശിക്ഷ കൊടുത്തു. എന്നാൽ ഈ സ്ത്രീയോട് പറഞ്ഞോ, എന്തിനാ വെറുതെ ഈ സമയത്ത് പ്രയാസപ്പെട്ടൊക്കെ വരുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പീഡനമൊക്കെ സഹിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ആ സ്ത്രീയോട് അങ്ങനെ യാതൊന്നും റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അപ്പൊ ഏതർത്ഥത്തിലും നമ്മൾ പരിശോധിച്ചാൽ കാണാം, സ്ത്രീകൾ പള്ളിയിൽ നബിന്റെ കാലത്ത് പോയതിന് ശേഷവും പോയിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് കുത്തേറ്റ് മരിക്കുന്ന സമയത്ത് ഉമർ ഖത്താബ് മരിക്കുമ്പോൾ ആ പള്ളിയിൽ സ്വന്തം ഭാര്യ ആത്തിഖ റളിയല്ലാഹു അൻഹ ഉണ്ട്. ആത്തിഖ റളിയല്ലാഹു അൻഹയാണ് ഓടി വന്നത്. പിന്നിലെ സഫിൽ നിന്ന് അവർ ഓടി വന്നു കുത്തേറ്റ് കിടക്കണം ഉമർ ഖത്താബിന്റെ അടുക്കലേക്ക്. അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ആരെങ്കിലും തന്റെ പക്വത ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞൊരു സംഗതിയാണ് എന്നൊന്നും നമ്മൾ ധരിക്കരുത്. ഇത് വളരെ ബോധപൂർവം, വളരെ ശരിക്ക് പഠിച്ച ആളുകൾ ഇത് മറക്കാൻ കഴിയില്ല. ഇതൊരിക്കലും നമുക്ക് തമസ്കരിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമായി നമ്മൾ
മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണം. പള്ളി പോയതിൻ്റെ ഗുണം ഒരുപാട് അവർക്കുണ്ട്, അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ട്. അതവർക്ക് കിട്ടട്ടെ. അത് നമ്മൾ തടയാൻ പാടില്ല. അത് തടയുന്നൊരു വലിയ മഹാപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അതുപോലെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ഇതിന് പള്ളിയേക്കാൾ നല്ലത് വീടാണ്, വീടിൻ്റെ ഉള്ളാണ് എന്നൊക്കെ പറഞ്ഞ കുറേ ഹദീസുകൾ ഉദ്ധരിക്കാണ്. ഇതൊന്നും പൂർണ്ണമായും സഹീഹായി വന്ന സംഗതികളല്ല. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൂടെ നിസ്കരിക്കാൻ നല്ല ആഗ്രഹമുണ്ട് നബി, ഞങ്ങൾക്ക് കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അങ്ങനെ നബി സ്വല്ലല്ലാഹി എൻ്റെ കൂടെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹദീസിനെ പറ്റി നമ്മൾ പഠിച്ചു നോക്കിയാൽ ഒന്ന് അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഹദീസാണ്. ചില പണ്ഡിതന്മാരൊക്കെ അത് സഹീഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം ഈ സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ യംനഉന അസ്വാജുന അൻ നുസല്ലിയ മഅക. ഭർത്താക്കന്മാർ സമ്മതിക്കണില്ല. ഭർത്താക്കന്മാർ നിങ്ങളെ കൂടെ പള്ളിക്ക് വന്ന് നിസ്കരിച്ച് വരാൻ ഭർത്താക്കന്മാർ സമ്മതിക്കണില്ല. അപ്പൊ ഭർത്താവ് സമ്മതിക്കണില്ലെങ്കിൽ ഒരു പെണ്ണ് ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് പള്ളിയിൽ പോകണോ? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരോടാണ് ഇസ്ലാമിന്റെ കൽപ്പന, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, പള്ളിയിൽ പോകുന്നതിനെ നിങ്ങൾ തടയരുത്. അത് ഭർത്താക്കന്മാരോടും രക്ഷിതാക്കളോടുമാണ്. ഭർത്താക്കന്മാർ പറ്റൂല, നീ പോകണ്ട എന്ന് പറഞ്ഞാലോ ധിക്കരിച്ചുകൊണ്ട് പെണ്ണ് പോകണോ? ധിക്കരിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, ധിക്കരിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സംഭവത്തെ നുഹിബ്ബു സ്വലാത്ത മഅക എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാര് യംനഉന അസ്വാജുന അൻ നുസല്ലിയ മഅക എന്നാണ്. നിങ്ങളെ നബിന്റെ കൂടത്ത് വന്ന് പള്ളി വന്ന് നിസ്കരിക്കുന്നതിന് ഭർത്താക്കന്മാർ സമ്മതിക്കണില്ല നബിയെ, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ ചോദിക്കണത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് എൻ്റെ വീട്ടിൽ നിസ്കരിക്കുക. അതാ റസൂൽ ആ സ്ത്രീയോട് പറഞ്ഞതാണ്. അതാണ് നമ്മൾ വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം എന്ന് സാധാരണ പറഞ്ഞു. പിന്നെ വേറെ ചില ഹദീസുകൾ റഈഫായ ദുർബലമായ ഹദീസുണ്ട്. അതായത് വീടിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ദുർബലമായ ഹദീസാണ്. അതൊന്നും സഹീഹായി വന്നല്ല. ഇങ്ങനെ സഹീഹായ വളരെ പ്രബലമായ ബുഖാരിയും മുസ്ലിമും അതുപോലെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നിരവധി ഉദ്ധരിച്ച ഒരുപാട് ഹദീസുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത ദുർബലമായ ചില ഹദീസുകളെ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പള്ളി വരുന്നത് പാടില്ല, നിസ്കരിക്കാൻ പള്ളി വരുന്നത് പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്. അതിനെപ്പറ്റി സ്ത്രീകൾ ബോധവാന്മാരാകണം, അതുപോലെ പുരുഷന്മാരും ബോധവാന്മാരാകണം. നമ്മുടെ കീഴിലുള്ള നമ്മുടെ പെൺമക്കളെയും ഭാര്യമാരെയും ഒക്കെ അവരെ നിങ്ങൾ ഈ പള്ളി ലാ തംനഉ ഇമാ അല്ലാഹി ഹുദൂദഹുന്ന മിനൽ മസാജിദ് എന്ന് പറഞ്ഞല്ലോ. പള്ളി വന്നാൽ കിട്ടുന്ന കുറേ സംഗതികളുണ്ട്. ആ സംഗതികളിൽ നിന്ന് നിങ്ങളെ സ്ത്രീകളെ തടയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ കൽപ്പന നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ഖൈർ മനസ്സിലാക്കി, നന്മ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.